ആരാണ് ഗുരു? എന്താണ് ഗുരുത്വം? എന്തിന് ഗുരുവന്ദനം? വ്യക്തിയാവാം ഗുരു, തത്വമാവാം ഗുരു, ധ്വജമാവാം ഗുരു. അജ്ഞത എന്ന അന്ധകാരത്തെ നീക്കി അറിവിൻ്റെ വെളിച്ചം പകരുന്നത് ആരോ എന്തോ അതാണ് ഗുരു എന്ന് ആചാര്യ വ്യാഖ്യാനം. ഇത് മൂല്യബോധവും സദാചാരവും ഉയർത്തിപ്പിടിച്ച് അച്ഛനെയും അമ്മയെയും അധ്യാപകനെയും ഗുരുവായി കാണുന്നവർക്ക്, സംഘർഷത്തിൻ്റെയും വൈരത്തിൻ്റെയും പാതയിൽ നിന്ന് ലോകത്തെ ശാന്തിയുടെ പാതയിലേക്ക് നയിക്കുന്ന വിശ്വഗുരുവായ ഭാരതത്തെ ചൊല്ലി അഭിമാനിക്കുന്നവർക്ക് ഇതൊക്കെയാണ് സങ്കല്പം, വിശ്വാസം. ഭഗവദ്ധ്വജത്തെ വെറും കൊടിയായും ഭാരതാംബയെ ഏതോ ഒരു സ്ത്രീയായും കാണുന്നവരോട്, ഗുരുപൂജയെ പാദസേവയായും കാൽ കഴുകിക്കലായും വ്യാഖ്യാനിക്കുന്നവരോട്, ഗുരുവന്ദനത്തെപ്പറ്റി അടിയന്തര റിപ്പോർട്ട് തേടി 24 മണിക്കൂറിനുള്ളിൽ ജെഫ്രി മുത്തുക്കോയ പാദപൂജ നടത്തുന്നവരോട്, ഞാൻ വെല്ലുവിളിച്ചില്ലേ എന്ന് സമസ്താപരാധം ചൊല്ലി കേണപേക്ഷിക്കുന്ന പുങ്കവന്മാരോട്, വിരമിച്ച ദിവസം അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കിയവരോട്, പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചവരോട്, സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്നവരോട്, കൂടെ പഠിച്ചവനെ പരസ്യ വിചാരണ നടത്തി കൊന്ന് കെട്ടിത്തൂക്കിയവരോട്, 10ാം ക്ലാസ്സുകാരനായ സഹപാഠിയെ ഗൂഢാലോചന നടത്തി കൂട്ടം ചേർന്ന് തലക്കടിച്ചു കൊന്നവരോട്, വന്ദിക്കണ്ട, നിന്ദിക്കുന്നത് എന്തിന്?